നമസ്കാരം. ഭാരത് ലീവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച മുഴുവൻ കഴിഞ്ഞ 2-3 ആഴ്ചയായി തിരുവനന്തപുരം നഗരത്തെയും കേരളത്തെ ഒട്ടാകെ പ്രകമ്പനം കൊള്ളിച്ച ഒരു വാർത്തയായിരുന്നു മേയർ ആര്യ രാജേന്ദ്രനും MLA ആയ സച്ചിൻ ദേവും രണ്ടുപേരും ചേർന്ന ഒരു KSRTC ഡ്രൈവറുമായി ഉണ്ടായ തർക്കം. ഇതിൽ KSRTC ഡ്രൈവർ ആദി പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി. മേയർ ആര്യ രാജേന്ദ്രൻ വണ്ടി കുറുകയിട്ടുകൊണ്ട്, അവരുടെ കാറ് കുറുകയിട്ടുകൊണ്ട് ഗതാഗത തടസ്സം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവർ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. പക്ഷേ കേസെടുത്തില്ല. മേയറുടെ ഭാഗത്താണ് ശരി, മേയറെ ലൈംഗിക ചേഷ്ട കാണിച്ചു എന്ന് പിന്നീട് അവർ ആരോപിച്ചു. ഏതായാലും മേയർക്ക് മാത്രമേ കേരളത്തിൽ നീതി കിട്ടുകയുള്ളൂ എന്ന അവസ്ഥയാണ് വന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യദു നൽകിയ പരാതിയിൽ കേസെടുക്കാത്ത പോലീസ് ഇന്ന് മേയർ ആര്യ രാജേന്ദ്രന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തുകയാണ്. ഏതായാലും മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് സാധാരണ പൊതുജനത്തിനടക്കം മനസ്സിലായ ഒരു സംഭവം കൂടിയുണ്ട്. അതിനിടയിലാണ് യദുവിനെതിരെ മറ്റൊരു യുവതി കൂടി രംഗത്ത് വന്ന. യുവതി പറയുന്നതെല്ലാം കള്ളമാണെന്ന് കേൾക്കുന്നവർക്ക് തന്നെ അറിയാം. അവർ യദു ഏതെങ്കിലും ഒരു ദിവസം വണ്ടി ഓടിച്ചതിന്റെ ആ ദിവസത്തെ ചാർട്ടൊക്കെ പുറത്ത് വിട്ടുകൊണ്ട് ശരിയാണെന്ന് സ്ഥാപിക്കാൻ ഒരു ശ്രമമൊക്കെ നടത്തി. പക്ഷെ അതും കള്ളമാണെന്ന് കേൾക്കുന്നവർക്കറിയാം. അന്നൊരു ദിവസം സർവീസ് നടത്തി എന്നുള്ളത് കൊണ്ട് മാത്രം യദുവിനെ അങ്ങനെ കുറ്റക്കാരനാക്കി കാണാൻ കഴിയില്ല. അവർ തന്നെ പറയുന്ന പല സ്റ്റേറ്റ്മെന്റുകളും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ തന്നെ അവർ പറയുന്നത് കള്ളമാണെന്ന് മനസ്സിലാക്കാം. അവരുടെ ആവശ്യം അവർക്കൊരു പബ്ലിസിറ്റി ആയിരുന്നു എന്ന് നമുക്ക് വ്യക്തമാവുകയാണ്. ആ പബ്ലിസിറ്റിക്ക് വേണ്ടിയും കേരളത്തിൽ ഇടതുപക്ഷത്തിന് ഓരം ചേർന്ന് നിൽക്കുന്നവരെയൊക്കെ ഇടതുപക്ഷം എവിടെയെങ്കിലും ഒക്കെ അവരോധിക്കുക, സിനിമയിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും ഏതെങ്കിലും ഫീൽഡിലാണെങ്കിലും ഒക്കെ ഏതെങ്കിലും തരത്തിൽ അവരെ അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു പതിവ് കേരളത്തിലെ ഇടതുപക്ഷത്തിനുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷത്തിന് ഒരു പ്രതിസന്ധി വന്നാൽ ആരെങ്കിലും എവിടെന്നെങ്കിലും ഒക്കെ ചാടി വീഴുന്ന ഒരു പതിവ് നമ്മൾ കാണാറുണ്ട്. അത്തരത്തിലൊരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ യദു നൽകിയ പരാതിയിൽ കേസെടുക്കാൻ പോലീസിനോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ മേയറുടെ മൊഴിയാണ് രേഖപ്പെടുത്തുന്നത്. എന്തിനാണ് മേയറുടെ മൊഴി രേഖപ്പെടുത്തുന്നത്? മേയറെ ലൈംഗിക ചേഷ്ട കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മേയർ ഒരു പരാതി നൽകുന്നു. യഥാർത്ഥത്തിൽ മാജിസ്ട്രേറ്റിന്റെ മുന്നിലെത്തുമ്പോൾ മൊഴി മാറ്റി പറയുകയോ കള്ളം പറയുകയോ ചെയ്യരുത് എന്നാണ് യഥാർത്ഥത്തിലുള്ള കാര്യം. അതിനുവേണ്ടിയാണ് മൊഴി മാറ്റാതിരിക്കാനും ഈ കള്ളത്തരം പറയാതിരിക്കാനും വേണ്ടിയാണ് മാജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി എടുക്കുന്നത്. ഈ മാജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി എടുക്കുമ്പോൾ പോലും കള്ളം പറയാൻ വേണ്ടി പോകുന്ന ഒരു മേയറെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മേയറെ സംബന്ധിച്ച് മേയർ പറയുന്നതെല്ലാം കള്ളമാണെന്ന്, മേയറിന്റെ മാർക്ക് ലിസ്റ്റ് അടക്കമുള്ളവ മേയറെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്തു വന്നു കഴിഞ്ഞു. അവർ പറയുന്നതെല്ലാം ശുദ്ധ കള്ളമാണെന്ന് നമുക്ക് എവർക്കും അറിയാവുന്ന കാര്യമാണ്. അതായത് വന്ന കാലം മുതൽ മേയറായി അവർ ആ ചാർജ് എടുത്ത കാലം മുതൽ ആറ്റുകാൽ പൊങ്കാലയിൽ ഇല്ലാത്ത പൊങ്കാലയുടെ പേരിൽ പണം എഴുതിയെടുത്തത് മുതൽ എല്ലാ തരത്തിലുള്ള ഉഡായിപ്പുകൾക്ക് കൂട്ടുനിൽക്കുന്ന ഒരു മേയറാണ് തിരുവനന്തപുരം നഗരസഭയിലുള്ളത്. ഒരുപക്ഷെ അവർക്ക് അറിയാത്തത് കൊണ്ട് ആരെങ്കിലും പിൻസീറ്റിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് വരെ പഠിപ്പിക്കുന്നതാണോ എന്ന് പോലും സംശയം ഇടഘട്ടങ്ങളിലൊക്കെ ഇടക്കാലങ്ങളിലൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. എങ്കിൽ പോലും നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല എന്താണ് സംഭവിക്കുന്നതെന്ന്. കാരണം മേയർ ആര്യ രാജേന്ദ്രന്റെ വർത്തമാനം കേട്ടാൽ തന്നെ അത് CPM-ന്റെ ഒരു വലിയ ഗുണമാണ്. കാരണം ഇവർ പാർട്ടി ക്ലാസുകൾ നിരന്തരം അറ്റൻഡ് ചെയ്യുന്നത് കൊണ്ട് ഈ ധാർഷ്ട്യവും അഹങ്കാരവും ഒക്കെ നിറഞ്ഞ സ്വരത്തിൽ സംസാരിപ്പിക്കാൻ വേണ്ടി ഇവർ ട്രെയിൻ ചെയ്യുന്നുണ്ടെന്നാണ് തോന്നുന്നത്. എല്ലാവർക്കും ഒരേ ശബ്ദമാണ്. ശ്രദ്ധിച്ചറിയാം, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം ഏകദേശം ഒരേ ശബ്ദമാണ്. ആകെ CPM-ന് ഒരു യൂണിഫോമിറ്റി ഉള്ളത് ഈ ധാർഷ്ട്യത്തിന്റെ കാര്യത്തിൽ മാത്രമാണ്. ധാർഷ്ട്യമില്ലാത്ത നേതാക്കന്മാരെ CPM-ൽ കാണാൻ കൂടിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഒരു കാര്യം വ്യക്തമാകുന്നുണ്ട്. ആര്യ രാജേന്ദ്രന്റെ മൊഴി എടുത്തുകൊണ്ട് യദുവിനെ കൂട്ടാനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. യദുവിന് നീതി കിട്ടാനുള്ള യാതൊരു സാധ്യതയുമില്ല. സാധാരണക്കാരന് നീതി കിട്ടാനുള്ള സംവിധാനം ഒരുക്കേണ്ട പോലീസ് യദുവിന്റെ കാര്യത്തിൽ തിരിച്ചു പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് ഏവർക്കും അറിയാം. യദുവിനെ പല കേസുകളിലും കൊടുക്കാനും പല രീതിയിൽ യദുവിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാനും ഒക്കെ CPM ശ്രമിക്കുന്നുണ്ട്. അതിന്റെ അവസാന ഭാഗം എന്നോണം കാണണം ഇപ്പോൾ നമുക്ക് മേയർ ആര്യ രാജേന്ദ്രന്റെ മൊഴി രേഖപ്പെടുത്തുന്നു എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. ഏതായാലും യദുവിനെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് മേയർ ആര്യ രാജേന്ദ്രന്റെ മൊഴിയെടുക്കൽ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും വന്ന ദൃശ്യങ്ങളിൽ ഒന്നും തന്നെ യദു ലൈംഗിക ചേഷ്ട കാണിക്കുന്നതായ ഒരു ദൃശ്യം പോലും നമ്മളാരും കണ്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വിശ്വസിക്കാൻ ബാക്കി എല്ലാ തരത്തിലുമുള്ള വീഡിയോകൾ പുറത്തു വന്നപ്പോഴും യദു ആകെ കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നത് എന്താണ് എന്ന രീതിയിലുള്ള ഒരു ആംഗ്യം മാത്രമാണ്. അതൊരു അശ്ലീല ആംഗ്യമാണെന്ന് പറയാൻ കഴിയില്ല. നമ്മൾ ഏവരും കാണിക്കുന്നത് എന്താണ് എന്ന് ചോദിക്കുന്ന ആംഗ്യത്തിൽ അശ്ലീലമുണ്ട് എന്ന് പറയാൻ കഴിയില്ല. അത്തരത്തിലൊരു ആംഗ്യം മാത്രമാണ് കാണിച്ചത്. ഇനിയും പുറത്തു വന്ന മറ്റൊരു യുവതി യദു മോശമായി സംസാരിച്ചു എന്ന് പറയുമ്പോൾ എന്താണ്, എങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്കല്പം മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചുകൂടെ എന്നൊക്കെ ചോദിച്ചു എന്നാണ്. അതാണ് അശ്ലീലം എന്ന് അവർ പറയുന്നത്. ഏതായാലും ഇതിൽ ആരാണിതിൽ കള്ളം പറയുന്നത് എന്ന് നമുക്ക് പൊതുജനത്തിന് തന്നെ വ്യക്തമായ കാര്യമാണ്. ഏതായാലും യദുവിനെ കൊടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.